ഒ.ജെ. ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി. ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചാണ് ഒ.ജെ. ജനീഷിനെ അധ്യക്ഷനാക്കിയത് എന്ന് വ്യക്തമാവുന്നു. അധ്യക്ഷ പദവിക്കായി രംഗത്തുണ്ടായിരുന്ന അബിൻ വർക്കിയെയും കെ.എം. അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചിട്ടുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സലിം, ഏറെ നാളായുള്ള ഒരു അവ്യക്തത അതെല്ലാം നീങ്ങിയപ്പോൾ ഒറ്റപ്പേരിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ രണ്ട് പേരുകൾ കെ.എം. അഭിജിത്തൊപ്പം അബിൻ വർക്കി, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഒരാൾ അധ്യക്ഷനാവുക എന്നായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടത്. പക്ഷേ അതല്ല, മറ്റൊരു പേരിലേക്ക് എന്തുകൊണ്ട് എത്തി? അതിനെന്തെങ്കിലും വിശദീകരണമോ അല്ലെങ്കിൽ വിവരങ്ങളോ നമുക്ക് പുറത്തു വരുന്നുണ്ടോ? പ്രജിൻ 2 മാസത്തോളമായി സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ലാതായിട്ട് അതിനു പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ, ചർച്ചകൾ ഒക്കെ നടക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മുന്നിലുണ്ടായിരുന്നത് ഒരു ഘട്ടത്തിലും നേതാക്കൾ തമ്മിൽ സമവായത്തിലേക്ക് എത്താൻ കഴിയാഞ്ഞതാണ്. ഏറ്റവും ഒടുവിലും അത് ഒരു സമവായത്തിൻ്റെ രൂപത്തിലേക്കല്ല, ഏറ്റവും ഒടുവിൽ ദേശീയ നേതൃത്വം തന്നെ ഒരു പേര് പ്രഖ്യാപിക്കുകയായിരുന്നു. ഏറ്റവും അവസാനമായി സാമുദായിക സമവാക്യങ്ങളാണ് ഒ.ജെ. ജനീഷിന് നിർണായകമായത്. കാരണം നിലവിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ജെബി മേത്തറാണ്. അതിനോടൊപ്പം KSUവിന്റെ അധ്യക്ഷൻ അലോഷ്യസ് സേവറാണ്. അങ്ങനെ എല്ലാം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവരാണ് അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ അധ്യക്ഷരാക്കിയാൽ അത് കോൺഗ്രസിനുള്ളിലെ സമവാക്യങ്ങളിൽ, ജാതി സമവാക്യങ്ങളിൽ വലിയ തിരിച്ചടി നേരിടും എന്നുള്ള വിലയിരുത്തലിന്റെ കൂടി ഭാഗമായാണ് അബിൻ വർക്കിക്ക് നറുക്കു വീഴാതിരുന്നത്. അബിൻ വർക്കിക്ക് തിരിച്ചടിയായത് ആ വിഷയമാണ്. കാരണം അതിനു മുൻപ് പല നിലയിലും മറ്റെല്ലാ നിലയിലുമുള്ള മെറിറ്റ് അബിൻ വർക്കിക്കായിരുന്നു എന്നുള്ളത് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭാവത്തിൽ യൂത്ത് കോൺഗ്രസിനെ സംഘടനാപരമായി നയിച്ചത്, ഒപ്പം തന്നെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടുപിന്നിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ചത് ഒക്കെയും അബിൻ വർക്കിക്കായിരുന്നു. പക്ഷേ സാമുദായിക സമവാക്യങ്ങൾക്ക് മുൻപിൽ ഐ ഗ്രൂപ്പ് പറഞ്ഞ സ്വാഭാവിക നീതി എന്ന വാദം അപ്രസക്തമായി. അതിനൊടുവിലാണ് തൊട്ടുപിറകിൽ അബിൻ വർക്കിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും പിറകിൽ മൂന്നാമതായി വോട്ട് ലഭിച്ച ഒ.ജെ. ജനീഷ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലക്കാരനായ ഒ.ജെ. ജനീഷ് KSUവിൻ്റെ ജില്ലാ അധ്യക്ഷനായിട്ടുണ്ട്. ഒരേ ഒരു ദിവസം മാത്രമായിരുന്നു ഒ.ജെ. ജനീഷിന് KSUവിൻ്റെ ജില്ലാ അധ്യക്ഷനായി തുടരാൻ പറ്റിയത്. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായി നാളുകളോളം പ്രവർത്തിച്ചു. അതിനിടയിൽ പല ശ്രദ്ധേയമായ പരിപാടികളും നടത്തി. ആ നിലയിൽ മികച്ച സംഘാടകൻ കൂടിയാണ് എന്ന പേരെടുത്ത ശേഷമാണ് ഒ.ജെ. ജനീഷ് ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. സലീം, ഇപ്പോൾ സലീം സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയുന്നത് പോലെ അങ്ങനെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നും ഉയർന്നു കേൾക്കുന്ന ഒരു പേരില്ല ഒ.ജെ. ജനീഷ് എന്നുള്ളതും വ്യക്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ശേഷമുണ്ടായ ആ വിടവ്, അതൊക്കെ നികത്താൻ ഒരാളെ കൃത്യമായി, അത് ആ പാർട്ടി അല്ലെങ്കിൽ ആ സംഘടനയെ കൃത്യമായി അറിയുന്ന ഒരാൾ എങ്ങനെയാണ് അണികളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി ചെയ്യാൻ കഴിവുള്ള ഒരാളെ അധ്യക്ഷനാക്കും എന്നൊക്കെയുള്ള ധാരണ ഉണ്ടായിരുന്നു നേരത്തെ. അത് മാത്രമല്ല, ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് നേരത്തെ നിലനിന്നിരുന്നു. പല പേരുകളും എയും ഐയും ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പേരിലേക്ക് വന്നത്? അതിനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന മറ്റ് ചലനങ്ങൾ കൂടി ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ടതല്ലേ? തുടർ പ്രതികരണങ്ങൾ നമ്മൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ അബിൻ വർക്കിയും ഒക്കെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? പ്രജിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബിൻ വർക്കിയുടെ നിലപാടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഒ.ജെ. ജനീഷിന്റെ പ്രതികരണം പോലും ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ അതിനുമപ്പുറത്തേക്ക് അബിൻ വർക്കി എന്തു പറയുന്നു എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിലെ പൊട്ടിത്തെറി ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നത്. അതുകൊണ്ട് ഈ മണിക്കൂറിലെ ഏറ്റവും നിർണായകമായ പ്രതികരണം അബിൻ വർക്കിയുടേത് തന്നെയാകും. അപ്പോഴും ഒ.ജെ. ജനീഷിന് നറുക്കു വീഴാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ സാമുദായിക സമവാക്യമാണ്. അതിനുമപ്പുറത്തേക്ക് ഷാഫി പറമ്പിലിന്റെ പിന്തുണ അതുമായി ബന്ധപ്പെട്ട് നിർണായകമായി. ഒപ്പം തന്നെ അബിൻ വർക്കിയെ ഒഴിവാക്കാനായി, അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് ഒഴിവാക്കാനായി എ ഗ്രൂപ്പിന്റെ മറ്റു നേതാക്കൾ, കെ.എം. അഭിജിത്തിനായി വാദിച്ചിരുന്ന നേതാക്കൾ പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതും ഇതുമായി ബന്ധപ്പെട്ട് ഈ പേരിലേക്ക് എത്തി. മാത്രമല്ല, ഒ.ജെ. ജനീഷ്, നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലെ ഒരു പോപ്പുലർ പേരല്ല ഒ.ജെ. ജനീഷ്. അത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമായിരുന്നു ഒ.ജെ. ജനീഷ് ആ നിലയിൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നത്. അതിനും അപ്പുറത്തേക്ക് സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് ഒ.ജെ. ജനീഷ് വരുമ്പോൾ ഇനി നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. പക്ഷേ അപ്പോഴും ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒ.ജെ. ജനീഷിനെ പരിഗണിച്ചത് തൃശ്ശൂർ ജില്ലയിലുള്ള സംഘടനാ മികവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ്. കാരണം
ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ പല പ്രധാനപ്പെട്ട പരിപാടികളും തൃശ്ശൂർ ജില്ലയിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. അന്ന് ഷാഫിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു ഒ ജെ ജനീഷ്. ഒരു പരിപാടി തൃശ്ശൂർ ജില്ലയിൽ വെച്ച് സംഘടിപ്പിച്ചാൽ അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സംഘാടകന് മികവുള്ളയാളാണ് ഒ ജെ ജനീഷ് എന്നൊരു പേര് അക്കാലത്ത് നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിൽ കാണിച്ച സംഘടനാ നേതൃത്വത്തിന്റെ വൈഭവവും പാടവവും സംസ്ഥാന നേതൃത്വത്തെ മുഴുവനായി സംസ്ഥാനത്ത് മുഴുവൻ ഒ ജെ ജനീഷിന് നൽകാൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. മാത്രമല്ല ഈ വളരെ വിനയത്തോടുകൂടി പ്രധാനപ്പെട്ട നേതാക്കളോടെല്ലാം സംസാരിക്കുന്ന ഒ ജെ ജനീഷ് അങ്ങനെ നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഇടം നേടിയ ഒരാളാണ്. ആരെയും പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ ശത്രുവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ഗ്രൂപ്പ് വഴക്കിനപ്പുറത്തേക്കും ഒ ജെ ജനീഷിന് പാർട്ടിക്കുള്ളിൽ കാര്യമായ ശത്രുക്കളില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒ ജെ ജനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇനി നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ സൗമ്യമായി നേരിടാൻ കഴിയും എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ നേതൃത്വത്തിനുള്ളത്. പക്ഷേ യൂത്ത് കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി കാത്തിരിക്കുന്നുണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോഴും ആ പൊട്ടിത്തെറി ഒഴിവാക്കാനുള്ള തന്ത്രം കൂടി ഹൈക്കമാൻഡ് ഈ പ്രഖ്യാപനത്തിനൊപ്പം തന്നെ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും നിർണായകമായ പ്രഖ്യാപനം ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതാണ്. ഈ അവസാന ഘട്ടം വരെയും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ ഒ ജെ ജനീഷിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയിലിനെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മറ്റ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന രണ്ടുപേരെയും ദേശീയ സെക്രട്ടറിമാർ കൂടി ആക്കുന്നതോടുകൂടി തർക്കം ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും എന്നൊരു വിലയിരുത്തലും നേതൃത്വത്തിലുണ്ട്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.